എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ നമ്മുടെ പതിവ് പടി 5 മണിക്ക് എഴുന്നേറ്റ് ആദ്യം തന്നെ തുണി വാഷ് ചെയ്യാനിട്ട് അതിനുശേഷം ചോറ് ചൂടാക്കാനൊക്കെ ഉള്ളത് തലേദിവസത്തേക്ക് അതൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്ത് വെക്കണം. പിന്നെ കാപ്പി ഇട്ടിട്ട് അതൊന്ന് ഫ്ലാസ്കിലാക്കിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ പോയിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യലാണ് സാധാരണ എല്ലാ ദിവസവും. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് മുട്ടക്കറിയും വെള്ളയപ്പവും ഉണ്ടാക്കണം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഈ വെള്ളയപ്പത്തിൻ്റെ പൊടി ഞാൻ അതായത് റോജറൊക്കെ ഉള്ള സമയത്ത് തന്നെ മേടിച്ച് വെച്ചതാണ് കേട്ടോ. റോജറിനൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ച് 2 പാക്കറ്റ് മേടിച്ച് വെച്ചതാണ്. പക്ഷേ ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാം. ഇത് കുറേയധികം ദിവസങ്ങളായാലും കയ്യിലിരിക്കണത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പിന്നീട് യൂട്യൂബ് വർക്കിനൊക്കെ പോയത് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്ന് പറയുമ്പോൾ ഈ വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരെയും എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മണി 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് വെച്ചേക്കണായിരുന്നു. വോയിസ് ഓവർ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ 8:30 മണിക്കാണ് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പോയത്. അതുവരെ കിച്ചണിൽ നിന്ന് ഇതെല്ലാം ചെയ്ത് തീർത്തിട്ടാണ് പോയിട്ടുണ്ടാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വോയിസ് ഓവർ എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നതനുസരിച്ചിട്ട് 500 ml 1/2 ലിറ്റർ വെള്ളത്തിൽ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കി വേവിച്ചെടുത്തിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും എന്നാണ് പറഞ്ഞേക്കണത്. ഞാൻ 5 ടേബിൾ സ്പൂണൊന്നും പഞ്ചസാര ഇട്ടില്ല, ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട്. അത്രയും മതിയാവും, അല്ലെങ്കിൽ ഭയങ്കര മധുരമായി പോവും. പിന്നെ പറഞ്ഞേക്കുന്നത് അവർ 400 ml തേങ്ങാപ്പാൽ, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ 200, പിന്നെ മറ്റേത് വെറും വെള്ളം 200, അങ്ങനെ ആക്കി ഇട്ടാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ 400 ml തേങ്ങാപ്പാൽ മാത്രം ഇതിനകത്ത് ഇട്ടാൽ മതി. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് ഇത് ശരിയായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ 400 ml വെള്ളം എടുത്തിട്ട് ഞാൻ തേങ്ങയുടെ അകത്ത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് പാലെല്ലാം അതിനകത്ത് നിന്ന് എടുത്ത്, പക്ഷെ അത് മാത്രമായിട്ട് ഒഴിച്ചിട്ട് കട്ട പോലെ ഇരുന്ന് വെച്ചിട്ടാ. പിന്നെ ഞാൻ കണക്കില്ലാത്ത രീതിയിൽ തോന്നിയ പോലെ വെള്ളം ഒഴിച്ചെന്ന് പറയാം. ഇത് ലൂസാകണില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ കുറുക്കി വെച്ചതിൻ്റെ അകത്തേക്ക് ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് അത് നമ്മൾ പൊടിയിൽ അല്ലെങ്കിൽ പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ പാത്രം ഇത്തിരി ചെറുതായതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിൽ പൊടി ഇട്ടിട്ട് അതിനകത്തേക്ക് ഈ മിശ്രിതം ഒഴിക്കുകയും ചെയ്ത കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഭയങ്കര കട്ടയിട്ടായിരുന്നു വെച്ചാൽ കേട്ടോ. പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി സാധാരണ നോർമൽ വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് ഒരുവിധം നല്ല ലൂസായിട്ട് തന്നെ കലക്കി വെച്ച്. അത് പൊങ്ങി വരണ നേരമായപ്പോൾ നല്ല തിക്കായിട്ട് ഇരിക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഈ പുറത്തെ കാര്യം കാണിക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു കാലാവസ്ഥ കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. മഴയും പെയ്യുന്നുണ്ട് ചെറുതായിട്ട്, പിന്നെ നല്ല ഒരു രസമുണ്ട്. നല്ല ഇപ്പോഴായിട്ട് അങ്ങനെ ഞാൻ രാവിലെ ഒന്നും വാതിലോർന്ന് പുറത്തോട്ട് ഇറങ്ങാറില്ല, കാരണം കാലത്ത് തന്നെ അടുക്കളയിലേക്ക് കയറി ജോലികളൊക്കെ. അപ്പോൾ ഈ ഒരു 6 മണിക്കാണ് എനിക്ക് പുറത്തേക്ക് സത്യത്തിൽ നോക്കാൻ സാധിച്ചത് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ, ഈ എണ്ണ ഞാൻ ഈ മുട്ടക്കറിയിലൊക്കെ വെളിച്ചെണ്ണ ഇടില്ല. ഇവിടെ അങ്ങനെ വെളിച്ചെണ്ണയുടെ രുചി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് മിക്ക കറികളിലും ബ്രാൻ ഓയിൽ തന്നെ ഇടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ബ്രാൻ ഓയിൽ തീർന്നിരിക്കണം. എൻ്റെ വിചാരം ഒരു പാക്കറ്റ് കൂടി ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പോൾ ഒരു പാക്കറ്റ് തപ്പി നടന്ന് അവസാനം കാണാതെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തിരക്കിൻ്റെ ഇടയിൽ അതുമൊക്കെ പൊട്ടിച്ചെടുത്ത് തീർത്തിട്ടുണ്ടാകും. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ ബ്ലിങ്കിറ്റിൽ ഓർഡർ കൊടുത്ത് 2 പാക്കറ്റ് ബ്രാൻ ഓയിലും പിന്നെ ഇത്തിരി മല്ലിയില. ഇതൊക്കെ ഭയങ്കര ലാഭമാണ് ബ്ലിങ്കിറ്റിൽ നിന്ന്. ചില സാധനങ്ങളൊക്കെ മല്ലിയില അത് 10 രൂപയുടെ കടയിൽ നിന്ന് അത്രയും കിട്ടൂല. അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ബ്ലിങ്കിറ്റിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങൾ പറഞ്ഞ സാധനം ഇതാണ് മാഗിയുടെ മസാല എന്ന് പറഞ്ഞത്. അതിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് 2-3 ടൈപ്പ് മസാലകൾ കണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ മേടിച്ചത്. നിങ്ങൾ പറഞ്ഞത് അതാണെന്ന് പറയണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് അവനറിയാം ഇത് എന്നൊക്കെ പറഞ്ഞ്. അന്നേ ഞാനിത് കണ്ടിട്ടില്ല. അങ്ങനെ മേടിച്ച് ഏതായാലും നോക്കാം. പിന്നെ പനീർ, ഒരു പഞ്ചസാര 1 കിലോ പഞ്ചസാര, 1 കിലോ ഉപ്പൊക്കെ അത് ആവശ്യമില്ല എങ്കിലും ഞാൻ അങ്ങനെ മേടിച്ച്. അങ്ങനെ ആദ്യം തന്നെ ബ്രാൻ ഓയിൽ പൊട്ടിച്ച് നമ്മൾ സവാളയൊക്കെ നമ്മുടെ ചോപ്പറിൽ നല്ല രീതിയിൽ ചോപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം, പച്ചമുളക് അരിഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അതിനകത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് അത് വഴറ്റാനും ഇട്ടതിന് ശേഷം അപ്പം ചുടൽ അതിൻ്റെ ഇടയിൽ നടക്കില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയിട്ട് തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരോ റൂം ഇങ്ങനെ തുടച്ച് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ബോറടിക്കില്ല. നമ്മളെപ്പോഴും
എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ പറയൂലേ, ഒരു പണി ചെയ്ത് നിൽക്കുന്നത് അതിൽ തന്നെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക, അങ്ങനെ പ്രൊഡക്റ്റീവാക്കി മാറ്റാം ജോലികൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ തുടച്ചും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി വരണുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കളറ് മാറി കഴിയുമ്പോഴത്തേക്കും മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടിയിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് ഒരിത്തിരി സോസ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളിയൊക്കെ ഉണ്ട്. തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ റിച്ചാനൊക്കെ സോസ് ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ സോസ് ഇട്ട്, പിന്നെ ഫ്രഷ് ക്രീമും കുറച്ചിട്ട് അത് കഴുകി ഒഴിച്ചതാണ് കേട്ടോ. തീർന്ന് ചേച്ചിയോട് ഇപ്പോൾ നാണമുണ്ട് ഇത്തിരി, കാരണം എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് വരുമ്പോൾ മമ്മി എന്ത് വിചാരിക്കും, അതുകൊണ്ടൊരു നാണം. പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞത്. നെയ്ച്ച കൊണ്ടുവന്ന് മുണ്ടനായോ? അല്ല, ഇവിടെ പറഞ്ഞതാ. റിച്ചാടേ, നീ തീർന്നടാ. ഇത് തന്നെ പരിപാടി. ഇരുന്ന് ആളവിടെ. റിച്ചാടേ, എന്തുണ്ട് വിശേഷം? റിച്ചാർഡിൻ്റെ ഒരു അവസ്ഥയെ, റിച്ചാർഡിൻ്റെ അവസ്ഥ കഷ്ടമായി ഇപ്പോൾ. റൂബി എന്താണ് ഇങ്ങനെ കാല് മാറിക്കളഞ്ഞത്? ചിറ്റമ്മ നെയ്യ് കൊടുക്കണ കാര്യം എന്താണ്? നമ്മുടെ വ്യൂവേഴ്സൊക്കെ സങ്കടപ്പെട്ടിരിക്കണേണ് നീ ഇങ്ങനെ ഒരു റിച്ചാർഡ് ചേട്ടനായിട്ട് ഇങ്ങനെ ഒരു 8ൻ്റെ പണി കൊടുത്തത്. മാറിയിരിക്കണം ഇവിടെ. എന്നാൽ ഞാൻ ഒരു സ്ഥലത്തും ഇല്ല, ഞാൻ മാറിയിരുന്നോളാന്ന്. റിച്ചാർഡ് നോക്കണം കൂടിയില്ല. എൻ്റെ അന്നപ്പനെ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും സാറ്റർഡേ അടുത്ത് റൂബി കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്കും ചിലപ്പം മടുത്ത് കാണും. ഏതായാലും കുട്ടികൾക്ക് ഭക്ഷണം എടുത്ത് വെച്ച് പപ്പയാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. പപ്പക്കോടെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബ് വർക്കിനെ കയറണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 8:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിക്ക്, വീഡിയോ ഒന്നും ഇടണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്കിലും ഇപ്പോൾ 8:30 മണി എന്ന് പറയുമ്പോഴത്തേക്കും 10 മണിക്ക് വീഡിയോ ആക്കിയെടുക്കാൻ പറ്റും എന്നും പറഞ്ഞിട്ട് സമയമുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വർക്ക് ചെയ്യാൻ പോകണേണെന്നൊക്കെ പറഞ്ഞ് പിള്ളേരുടെ അടുത്ത് വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ വർക്ക് ചെയ്യാൻ പോയിട്ടാണ്. പിന്നെ നമ്മളുടെ അപ്പം നല്ല ടേസ്റ്റുമാണ്, ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പ്രോസസ്സ് ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലും ഭേദം നമ്മൾ മാവരക്കുകയോ ഇത് അരി കുതിർത്തരക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പപ്പൊടി വെച്ചിട്ട് ചോറും വെളിച്ചെണ്ണയൊക്കെ ചേർത്തുണ്ടാക്കൂലേ, അതുപോലെ ചെയ്യുന്നതാണ് കുറേയും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. സംഭവം നല്ലതാണ്, നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കയറി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റിച്ചാർഡ് ഇതേ മുറിയെന്ന് പറഞ്ഞാൽ അകത്ത് കയറി വന്നിട്ട് റിച്ചാർഡ് റൂബിനെ കളിപ്പിക്കാൻ. അപ്പോൾ റൂബി എൻ്റെ കൂടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇരിക്കുമല്ല. അപ്പോൾ അങ്ങനെ പിന്നെ റിച്ചാർഡ് കയറി വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതൊന്ന് ചെയ്ത് തീർക്കട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിച്ചാർഡിനെ പറഞ്ഞു വിടാൻ നോക്കണേണേ. പിന്നെ ചേട്ടൊക്കെ ഒരു ഉമ്മ കൊടുത്തേ പെടരിങ്ങ് തിരിച്ച് ഒരു മുഖം കാണിച്ചു ഞങ്ങൾക്കില്ലേ ചേട്ടൊക്കെ ഒരു ഉമ്മ കൊടുത്തേക്കണം. നിങ്ങളെ കുഞ്ഞപ്പ ഒരു ഉമ്മ ഇവിടെ കരിക്കല്ല. റിച്ചാർഡ് നീ തീർന്നടാ കരിക്കല്ലേ. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ വേഗം അങ്ങോട്ട് നോക്കണേ. ചേട്ടൻ എങ്ങനെ വിഷമിപ്പിക്കല്ലേ പിന്നെപ്പാ. ചേട്ടക്ക് ഒരു മുടുക്കമ്മ. അതെ 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 അതെ. മെടിപ്പാക്കുടി അല്ല അതവിടെ വെച്ചേക്ക് ചിലപ്പോൾ തിന്നും ചിലപ്പോൾ തിന്നെ. അതെ തന്നെ പത്രത്തിൽ വെച്ചോ. അഴിക്കൊന്നൊന്നും ഇല്ല എങ്കിലും വെച്ചേക്ക്. അപ്പം റിച്ചാർഡിന് പുറത്തേക്കുള്ള നേരം ഞാൻ ഒട്ടും സമയമില്ലടോ. എന്നപ്പോ ചേട്ടനെയും പറഞ്ഞു വിട്ട് അടച്ചേരടാ.
അങ്ങനെ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഇട്ട് ബാക്കി ഉള്ള അറ്റത്തെ ആ ഒരു തുടക്കലും കൂടി ഉള്ളു. ഇത് കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ റിച്ചാർഡ് ചോദിക്കുന്നുണ്ട്, മമ്മി എന്താണ് ഇത് കുറേ നേരമില്ല മോപ്പം കൊണ്ട് നടക്കണം. അപ്പോൾ ഞാൻ പറയും, ഇത് ഞാൻ കണ്ടിന്യൂസ് ചെയ്യണേല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒരു റൂം അങ്ങനെ തുടക്കണേണ്. അപ്പോൾ ഇന്ന് സാറ്റിന തേങ്ങ ചിരണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 തേങ്ങ പൊട്ടിച്ച് സാറ്റിൻ്റെ ഈ കൊടുത്താണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ്, സാറ്റിനെ തുടച്ചിടുമല്ല മമ്മി തിരക്കിൻ്റെ ഇടയിൽ എല്ലാം കൂടി ചെയ്യല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ മോപ്പ് ഡാമേജ് ആണ്, അത് സാറ്റിനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോളും ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്യാം മമ്മീന്ന്. വണ്ടി കയറ്റൂല. കൊച്ചു പോയിട്ടും വന്നാണ് പപ്പട കൂടെ. കൊച്ചു പോയിട്ടും വന്നാ ഇറങ്ങണില്ലേ? ഇറങ്ങി. അങ്ങനെ നമ്മുടെ സാറ്റിന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഞാനകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് വീടിൻ്റെ അകത്ത് പാട്ടുണ്ട്. അതാണ് ഞാൻ പിന്നെ വോയിസ് മ്യൂട്ടാക്കിയത് കേട്ടോ. അങ്ങനെ സാറ്റിന് അത് വിജയകരമായി പൂർത്തിയാക്കി. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി ഉണ്ടാക്കുന്ന വീട്ടിൽ. അപ്പോൾ ആ കുട്ടി എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഇത് മേടിക്കണേ ചേച്ചിന്ന്. ഇപ്പോഴാണ് നമ്മളുടെ വീട്ടിൽ സ്റ്റോർ ചെയ്തത് തീർന്നത്. അങ്ങനെ ഹാൻഡ് വാഷ് 2 പിന്നെ ഒരു ബാത്റൂം ക്ലീനറൊക്കെ അങ്ങനെ മേടിച്ചതാണ് ആ കുട്ടിയുടെ അടുത്ത്. അത് ഉപയോഗിച്ച് നോക്കട്ടെ. ഹാൻഡ് വാഷ് ഏതായാലും ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അത് പിയേഴ്സിൻ്റെ സ്മെല്ലാണ്, നല്ല സ്മെല്ല്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല പതയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ സർഫ് എക്സലിൻ്റെ ഇത് ടോപ്പ് ലോഡും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ ഇന്നലെ എന്തോ മേടിച്ചാന്ന് തോന്നുന്നു റിച്ചാർഡ്. അപ്പോൾ അതുമൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ പപ്പ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് അരിച്ചാക്ക് എടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് പപ്പ കാറിന് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ പപ്പ ഇത് ബൈക്കിൽ തന്നെ എല്ലാ സാധനങ്ങളും വെച്ച് കിട്ടിയൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇന്നിപ്പോൾ അരിച്ചാക്ക് എടുക്കണതുകൊണ്ട് കാറും കൊണ്ട് പോയി സാധനങ്ങളും കുറച്ചും മേടിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ബിരിയാണി റൈസൊക്കെ കുറച്ച് മേടിക്കണമായിരുന്നു. അപ്പോൾ ഒരു 5 കിലോയോളം ബിരിയാണി റൈസും മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സാറ്റിനെ കൊച്ചിനൊക്കെ ബിരിയാണീൻ്റെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ റൈസൊക്കെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് അത്യാവശ്യം പച്ചക്കറികൾ അധികമൊന്നും മേടിച്ച, പച്ചക്കറികൾക്കൊക്കെ തീ വിലയാണെന്ന് പപ്പ പറയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ മേടിച്ച്. പിന്നെ മുട്ട അത്യാവശ്യമാണല്ലോ അപ്പോൾ അത് റൂബിക്ക് വെച്ച് സാറ്റിൻ്റെ അടുത്തിരിക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് റിച്ചാറിൻ്റെ അടുത്തിരിക്കണമാണ്. റിച്ചാർഡ് പറഞ്ഞാൽ അവൾക്ക് ഗതിയിട്ടിട്ട് വന്നിരിക്കണതാണ്. കാരണം ഇവനല്ലേ സാറ്റിൻ്റെ അടുത്തിരിക്കണത്. അപ്പോൾ അങ്ങനെ തേങ്ങ ഇതൊക്കെ ഞാനൊന്നും എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ആവശ്യത്തിന് കുറച്ച് പാത്രത്തിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലേ ഷാജി പ്ലേറ്റില്ലേ എനിക്ക് മീൻ ചെത്തിക്കൊണ്ടുവന്ന് തന്നെയുണ്ട്, ചെത്തിച്ച് കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ മീൻ ഇങ്ങനെ വലിയ മീൻ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ പറയും എനിക്ക് വെട്ടാൻ പറ്റണില്ല ഷാജി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മീൻ എടുക്കുന്ന സ്ഥലത്ത് അവർ വെട്ടിക്കൊടുക്കും. അപ്പോൾ അവരെ കൊണ്ട് വെട്ടിച്ചിട്ട് വെട്ടിയ മീനാണ്. നേരത്തെ എനിക്ക് കരിമീൻ മേടിച്ചപ്പോഴും അതുപോലെ തന്നെ വെട്ടിയാണ് കൊണ്ടുവന്ന് തന്നെ കേട്ടോ. അത് വലിയൊരു ആശ്വാസമാണ് എനിക്ക്. പിന്നെ അത് വലിയ മാന്തലാണ്, അത് ക്ലീൻ ചെയ്തിട്ടില്ല, അതൊന്നും വെട്ടിത്തരൂല. അപ്പോൾ എനിക്ക് നേരമില്ല. അപ്പോൾ ഇതങ്ങനെ തന്നെ എടുത്ത് ഞാൻ നല്ലതായിട്ട് പൊതിഞ്ഞ് കെട്ടി ഫ്രീസറിലോട്ട് വെച്ചോട്ടാ. എന്നിട്ട് ഏതായാലും മീൻ എല്ലാം വറുക്കാമെന്ന് വെച്ച്. കാരണം സാറ്റിനൊക്കെ മീൻ കറിയോട് ഒട്ടും താല്പര്യമില്ല. അപ്പം നമ്മൾ വേറെ ഇപ്പോൾ ചിക്കൻ മാത്രം അല്ലെങ്കിൽ ബീഫ് അങ്ങനെയൊക്കെ അല്ലേ, അപ്പോൾ മീനിടക്ക് കഴിക്കണമല്ലോ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ എല്ലാം കൂടി വറുക്കാം. ഇവിടെ പപ്പക്കും ഇപ്പോൾ മീൻ കറിയൊന്നും വേണ്ട. എനിക്ക് പണ്ടേ മീൻ കറി ഇഷ്ടമല്ല, സാറ്റിനെ പോലെ തന്നെയാണ് ഞാൻ. അപ്പോൾ അത് പിന്നെ പപ്പക്ക് റോജറും റയനും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മീൻ കറി തന്നെ വേണം കേട്ടോ. മീൻ വറുക്കണമെന്ന് അവരാരും 2 പേരും കഴിക്കൂല അങ്ങനെ. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം ഞാനും വറുക്കാനായിട്ട് പെരട്ടിയിട്ടാ. അപ്പോൾ നേരം ഇന്ന് കുറേ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട്ടികളോട് സംസാരിച്ചിരുന്നിട്ടേ കുറേ അധികം നേരം പോകും. എന്തായാലും ഇപ്പോൾ കുട്ടികളോട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാറ്റിന് മോള് ഇപ്പോൾ 1-ാം തീയതി മുതലാണ് ജോലിക്ക് പോയി തുടങ്ങുന്നതേ. അതുവരെയുമേ ആ കുട്ടീനെ നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ റോജറിനെ പോലെ തന്നെ ഇടക്ക് കണ്ട് ആ ഒരവസ്ഥയിരിക്കുള്ളൂ. അതെനിക്കറിയാം. നമ്മുടെ റോജർ അങ്ങനെ തന്നെയാണല്ലോ. വല്ലപ്പോഴുമാണ് അവൻ താഴേക്ക് ഇറങ്ങി വരണത്. ഭക്ഷണം കഴിക്കാൻ തന്നെ ചിലപ്പോൾ വരാൻ സാധിക്കാതെയൊക്കെ വരും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കുള്ളൂ സാറ്റിന്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ കിട്ടുന്ന ഈ സമയത്തല്ലേ മോളുടെ അടുത്തും ഇവർ 2 പേരും കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു അവസരമുള്ളൂ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് തന്നെ എൻ്റെ നേരം കുറേ അധികം പോകുന്നുണ്ട് കേട്ടോ. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുതലേ ചെയ്യുന്ന ജോലി തന്നെയാണ്. ഇപ്പോഴും വലിയ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ ഈ സംസാരിക്കുമ്പോൾ മണിക്കൂറുകളോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് അത് പക്ഷേ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അതും
ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ടൈം കൂടുതലായി പോകുന്നുണ്ട് പാചകം തീരുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു 11:30ക്കാണ് ഞാൻ കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഇവരോട് കൂടി ഇരുന്ന് കഴിക്കാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ കഴിക്കാം, ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പോയി കിടക്കുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒന്ന് പുറത്തേക്കൊരു നമ്മളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകാൻ ബാക്കിയുള്ള സ്ഥലത്തേക്ക് 1-2 സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊക്കെ ഒന്ന് പോകണം. പിന്നെ ഫാത്തിമ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെന്തായാലും വന്ന് എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ചീത്തയിൽ പോകുന്നതാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല, എപ്പോൾ വന്നാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും കുട്ടികൾ പോകുന്ന വഴിക്ക് അതുകൂടി എടുത്തിട്ട് പോരാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മുകളിൽ കുറച്ച് ഇന്നിപ്പോൾ സാറ്റിനെ കൊച്ചിന് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ റൂമിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ബാഗിലാക്കി ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, അലമാരിയിലൊന്നും കയറ്റിയിട്ടൊന്നും ഇല്ല ഒന്നും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് അന്നിട്ട് ഗൗണ് സാരി അതെല്ലാം ഒന്ന് ചെറിയ ചൂടൊക്കെ കൊള്ളിച്ചിട്ട് വെയിലൊക്കെ അടുപ്പിച്ചിട്ടൊക്കെ കൊണ്ടുപോയി വെക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി വന്ന കവറുകളും ബോക്സുകളൊക്കെ ഇട്ട് സാറ്റിന് താഴത്തേക്ക് വരണേണ് കേട്ടോ. അപ്പം തന്നെ റിച്ചാൻ്റെ അരിശം കണ്ട, റിച്ചാൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ തിരിഞ്ഞ് കളഞ്ഞ്, സാറ്റിനിടെ നേരെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നേക്കണം. അത് കണ്ടപ്പോൾ റിച്ചാൻ്റെ സങ്കടം വന്നിട്ട് അത് ചാടി ഇങ്ങോട്ട് പോകുന്നതാണ് റിച്ചാട്. അപ്പോൾ സാറ്റിന് 2 ദിവസമായിട്ട് എൻ്റെ പുറകെ തേങ്ങ രണ്ടുണ്ടേ മമ്മി, തേങ്ങ ചിരണ്ടേ മമ്മി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു തേങ്ങേൻ്റെ ഉണ്ട്, ഞാൻ പറയാം, എന്നിട്ട് ചിരണ്ടിയാൽ മതി, ഇന്ന് വേണമെങ്കിൽ ചിരണ്ടിക്കുമെന്ന് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കിടക്കുന്ന സമയത്ത് നാളെ നമുക്ക് ചിരണ്ട, പപ്പനെ കൊണ്ട് തേങ്ങയൊക്കെ പൊതിപ്പിച്ചിടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 തേങ്ങ മതി, കൂടുതൽ ചിരണ്ടി വെക്കണ്ട എന്നൊക്കെ. പക്ഷേ റിച്ചാർഡിപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ, മമ്മി ഇന്നലെ കിടന്ന് ഉറങ്ങിയിട്ടില്ല ആൾക്ക് തേങ്ങ ചിരണ്ടേണ്ട ചുരത്തിൽ 7 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് റിച്ചാർഡ് തേങ്ങ ചിരണ്ടേ നമുക്ക് പോകാൻ താഴ്ത്തോട്ട് എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കണേ. ഞാനപ്പം മനസ്സുകൊണ്ട് വിചാരിച്ച് ദൈവമേ ഈ കൊച്ചിന് ഉറക്കില്ലാതെ തേങ്ങ രണ്ടയുടെ കാര്യം പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നിട്ടാ. അങ്ങനെ രാവിലെ തന്നെ നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്ന് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച ആൾ. പിന്നെ കൊളീഗ്സ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ റിച്ചാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മിക്ക് തേങ്ങ ചിരണ്ടി കൊടുക്കണേ, അവിടെ റയനാണ് തേങ്ങ ചിരണ്ടി കൊടുക്കണതല്ല, അപ്പോൾ റയൻ ഇല്ലാത്തതുകൊണ്ട് നീ തേങ്ങ ചിരണ്ടി കൊടുക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം വെച്ച് കൊടുത്ത് എനിക്ക് കഴിക്കാനായിട്ടുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ റൂബിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കിടന്നിട്ടാണ്. അങ്ങനെ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞ് മുകളിലോട്ട് പോയിട്ട് അവർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ അടിപൊളി വരാ, ഏടാ കുഞ്ഞു വന്നടാ കണ്ട. ആദ്യം വന്നപ്പോ അവൻ കണ്ടടാ കൊച്ചാദ്യം വരാഞ്ഞിട്ടാണ് നീ, ഇനിയാണ് കാണിക്കേണ്ടത്. അടിപൊളി, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. മിനിയാന്ന് എടുത്തത് നല്ല ഭംഗിയില്ലേ, അടിപൊളിയല്ലേ? എങ്കിലും കുഴപ്പമില്ല, ഗിഫ്റ്റായിട്ട് കൂട്ടിക്കൊന്ന്. നല്ല ഭംഗിയുണ്ട്, കുറച്ചും നീങ്ങിന്ന്. ചെരുപ്പ് ഏതാ ഇടുന്നത്? ഷൂസാ? ഷൂസല്ല, അല്ല ഞാൻ പറഞ്ഞതേ മറ്റേ ഹാഫ് ഷൂ, മറ്റേ ഇതിടൂലല്ലേ ഷൂസ്, മറ്റേ ലേഡീസ്. അത് അത് നല്ല ഭംഗിയായിരിക്കുള്ളൂ. നീങ്ങിന്നോ, അല്ലെങ്കിൽ ക്യാമറയിൽ കൊള്ളണില്ല. നല്ല ഭംഗിയുണ്ടാണ്. ഹെയറൊക്കെ സ്ട്രെയിറ്റ് ആക്കിയല്ലേ കുറച്ച്, കൊള്ളാം. ബാക്കൊക്കെ ഇട്ടെ അടിപൊളി, ഹെയറെല്ലാം ലെങ്തി ആയിപ്പം കൊള്ളാം, നന്നായിട്ടുണ്ട്. കണ്ട റിച്ചാണ്ട് മാച്ചിങ് ആയിട്ട് കുടിപ്പിച്ചേക്കണുണ്ട്. ബ്ലാക്ക് ഇത് ഏത് ബ്ലാക്കാണ്? പുതിയതാ? ഓ നൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് നിന്റെ കാര്യം നോക്കണില്ല, കറക്റ്റായിട്ട് ഇടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സാറ്റിന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നത് വൈകുന്നേരം ഇപ്പോൾ ചായ ഇട്ട് കൊടുക്കണത് കേട്ടോ. കാരണം ഒന്നില്ലെങ്കിൽ അവരുണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാംഗോ ജ്യൂസൊക്കെയാണ് കഴിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ചായ വേണം, എടുക്കട്ടെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നേ എടുക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചേട്ടാ. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സമ്മതം, കല്യാണം, ഇതിനകത്തൊക്കെ വീഡിയോക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കാൻ പറയും പെൺകുട്ടീനെ. അപ്പോൾ അത് റിച്ചാനും അറിയാൻ പാടില്ലാന്ന് സാറ്റിനൊക്കെ അറിയാൻ പാടില്ലായിരുന്നു. സാറ്റിനെ റിച്ചാൻ്റെ കയ്യെ പിടിച്ചിട്ടാണ് കറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ റിച്ചാൻ്റെ കൈ
കൈവിരലുകളെല്ലാം ഇങ്ങനെ പിരിഞ്ഞു പോയി എന്നൊക്കെ അവൻ തമാശക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണ്ടാകുന്നുണ്ട്. ആ പിരിഞ്ഞ രൂപത്തിൽ തന്നെ സാറ്റിനെ കൈവിടാതെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ കുടഞ്ഞ് കളഞ്ഞ് കൈയൊക്കെ നേരെയാക്കി വിരലൊക്കെ നേരെയാക്കി എന്നൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കുട്ടികളിപ്പോൾ വീട്ടിൽ അതൊന്ന് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് സംഭവം പഠിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കറക്കണത്, ഒരു വിരലും മാത്രം പെണ്ണിൻ്റെ പിടിച്ചിട്ട് വേണം കറക്കാനൊക്കെ സാറ്റിന് പറഞ്ഞൊക്കെ കൊടുത്തു. അപ്പോൾ അത് ഞങ്ങളൊന്ന് കാണിച്ചു തരണേ കേട്ടോ. ആണോ? സമയത്ത് ഒന്നും അറിയാൻ പാടില്ല, ഇനി ആവശ്യമുള്ള സമയത്ത്. ഇപ്പൊ കഴിഞ്ഞപ്പോഴാണ് പഠിച്ചത്. ഓ ആ ഓക്കെ 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 ആ അങ്ങനെ കുട്ടികളുടെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. അവർ പറഞ്ഞിട്ടില്ല കേട്ടാ, ഞാനൊരു ഫോട്ടോ ഭ്രാന്തിയാണല്ലോ. അപ്പോൾ ഞാൻ പറയും നിൽക്ക് ഫോട്ടോ എടുക്കട്ടെ. എന്നെ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്ത് തന്നു വെച്ചെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇവിടെ ആരും എൻ്റെ ഫോട്ടോ ഒന്നും എടുത്ത് തരില്ല. ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും കട്ടക്കലിപ്പ് വരും. ആകെപ്പാടെ ഫോട്ടോ എടുത്ത് തന്നത് റയൻ മാത്രമാണ്. റയൻ കുഴപ്പമില്ല, എത്ര കഷ്ടപ്പെട്ട് നിന്നിട്ട് ഫോട്ടോ എടുത്ത് തരും. ടൈമൊക്കെ ഒരുപാട് എടുത്ത് അവൻ നല്ല ഫോട്ടോസ് എടുത്ത് തരും. അപ്പം ഞാൻ അത് തന്നെയാണ് സാറ്റിൻ്റെ അടുത്ത് പറഞ്ഞത്. സാറ്റിനെ റയൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല ഫോട്ടോസ് എടുത്ത് തരും എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ക്ഷമയോടെ എടുത്ത് തരുമെന്നൊക്കെ. റോജറിനും റിച്ചാനൊന്നും അതൊന്നും ഇഷ്ടമല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കുട്ടികൾ പോയിട്ട് വന്നപ്പോൾ ഫാത്തിമ ഡോക്ടറിൻ്റെ സ്വീറ്റ്സ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടാണ് പിന്നെ അവർ വിരുന്ന് പോയത് കേട്ടോ. ആദ്യം അത് മേടിച്ച് എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നിട്ട്. അപ്പോൾ ഇത് അവർ പുറത്ത് ഓർഡർ കൊടുത്ത് ചെയ്യിച്ചതാണ്, അല്ലാതെ കടയിൽ നിന്ന് മേടിച്ചതല്ല. അപ്പോൾ ഇതെന്ത് സ്വീറ്റാണെന്ന് എനിക്കൊരു പിടുത്തില്ല കേട്ടോ. അറിയാവുന്നവർ കമൻറ്റിൽ പറഞ്ഞു തരണേ. അങ്ങനെ ഞാനില്ലേ പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത്, അപ്പോൾ റൂബി അവിടെ കിടന്ന് ഉറങ്ങി. ആ സമയത്ത് കുട്ടികൾ വരും. അറിഞ്ഞു അറിഞ്ഞോണ്ടല്ല ഞാൻ വീഡിയോ എടുത്ത് ഇവിടെ നിന്നത്. ഇല്ല വരും. കപ്പലണ്ടി ആണോ? എവിടെ പോയെന്ന്? എവിടെ പോയത്? റോറയിൽ പോയെന്നോ? ഷീലാൻ്റെ അടുത്ത് അവിടെയാണോ പോയത്? അവിടെ മുട്ടക്കോടി നമ്മുടെ അതേ അവസ്ഥ. എന്താ അപ്പുറത്ത് ഗേറ്റ് ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചോണ്ടോ എന്നെ പോലെ അപ്പുറത്തെ സൈഡിൽ നിന്നാ വന്നത്. അപ്പൊ ചോറ് തന്നെയാണ്. എന്താണ് നീ പറയാൻ പറ്റില്ല. മറ്റേതോ ആ ഹോള് എത്ര രൂപയാണെന്ന് പറഞ്ഞത്? അതെ. റൂബി അവിടെ ഇരുന്നാ മതി, കുഞ്ഞവിടെ ഇരുന്നാ മതി കേട്ടാ. കുഞ്ഞിനെല്ലാം ഒന്ന് മണത്ത് നോക്കണം അല്ലേപ്പാ. ഇനി ആ പേപ്പർ ഒന്ന് മണത്ത് നോക്കിയിട്ടും വരാം. പൊന്നമ്മേ എനിക്ക് വെച്ച് കാവല് കിടക്കണേ. അതെ, ആളുകൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കമൻസിൽ. ഈ റൂബി ഇങ്ങനെ സാറ്റ്നസ് സ്നേഹം കാണിക്കുന്നത്. അവരുടെ വീട്ടിൽ ആൺപെട്ടി ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുങ്ങളുടെ പുറകെ നടക്കുള്ളൂ. പിന്നെ നോക്കണം അമ്മേനെയും മോളെയും നോക്കില്ലെന്ന്. അവർ പോയാൽ അടുത്തോട്ട് വരുള്ളൂ. അപ്പോൾ ഇവള് പെണ്ണല്ലേ, അപ്പം അതാണ് പെണ്ണ്. അതാ സംഭവം. പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ പുറകെ നടക്കുകയാണ് സംഭവം. അതാണ് കാര്യം. നീ ഒരു കാര്യം മനസ്സിലാക്കി, ചിലപ്പോൾ താഴ്ത്തിരിക്കാൻ ഇഷ്ടമുണ്ട്. അല്ല, റൂബി ഇരിക്കണം. റിച്ചാർഡ് പണ്ട് ഇത് പറഞ്ഞ കാര്യം നടന്നു.
ഫ്രീസറിൽ വെക്കണം ഇത്തിരി വരും. അല്ല അധികം ചില്ല് കഴിക്കണ്ടല്ലോ. അത് പിന്നെ കേട്ടി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ. അല്ല അങ്ങനെ കൊടുക്കും ആൾക്കാർ. ഇവിടെ എന്ത് തിന്നാലില്ലേ, റോനാണെങ്കിലും റയനാണെങ്കിലും തമ്മിൽ വായിൽ വെച്ചു കൊടുക്കും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ പൊന്നമ്മേ ഇല്ല. എന്നിട്ട് ഞാനിവൻ്റെ അടുത്ത് ചേട്ടാ അധികം മോമോസ് ഇന്നിപ്പോൾ പോകുന്ന സമയത്ത് റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ ബാച്ചിലറായിട്ടുള്ള ഏറ്റവും അവസാനത്തെ മോമോ പാർട്ടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ശനിയാഴ്ച, തിങ്കളാഴ്ച കല്യാണമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അടുത്ത കല്യാണത്തിന് ശേഷമുള്ള മോമോ പാർട്ടി ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് മമ്മി ഭക്ഷണം കഴിക്കല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നൂഡിൽസും അവന് മോമോസൊക്കെ മേടിച്ച്, പിന്നെ ഞങ്ങളുടെ നൂഡിൽസ് ഞങ്ങൾ അവനും ഷെയർ ചെയ്യും, കാരണം കുറേ അധികം കൊണ്ട് കഴിച്ച് തീർക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ പിന്നെ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ 3 പേരും ഒന്നിച്ച് തന്നെ നൂഡിൽസൊക്കെ ഷെയർ ചെയ്തൊക്കെ കഴിച്ച്. റിച്ചാർഡിൻ്റെ സന്തോഷങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഇവനെ എങ്ങനെ പറയുമായിരുന്നു, കല്യാണം കഴിയുമ്പോൾ സാറ്റിനെയും ഇവിടെ വന്നിരിക്കും, റൂബിയും നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ തറയിലിരുന്ന് മോമോ പാർട്ടി നടത്തണമെന്നൊക്കെ പറഞ്ഞ് അത് ദൈവം അനുവദിച്ച് തന്നിട്ടുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ചാനലിൽ നിങ്ങൾ പല തവണ കണ്ടിട്ടുണ്ടാവും നമ്മളിങ്ങനെ നിലത്തിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. അത് പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയ മോള് വീട്ടിൽ വന്നപ്പോൾ അവളും ചേർന്നിട്ട് നമുക്ക് ഇരിക്കണമെന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹവും ദൈവം നടത്തി തന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ തിങ്കളാഴ്ച കാണാം. താങ്ക്